ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താ തിരുമേനെ ഇത്? കുറച്ചു നേരം കൂടി ഇരിക്കൂ. അല്ല, അത് മനസ്സിലെ പ്രയാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ചു ദിവസമായിട്ട് ഇരിക്കുകയല്ലേ, അതൊക്കെ അങ്ങ് പോട്ടെ. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് തിരുമേനി. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ വേണ്ടേ? മുത്തശ്ശി, വരുണിത് എവിടെ പോയതാ? അവന്റെ ചങ്ങാതി വിളിച്ചിട്ട് പോയതാ. ഇത്തരം കാര്യങ്ങളൊക്കെ കാരണവന്മാരാണല്ലോ തീരുമാനിക്കുന്നത്. എന്റെ ആവശ്യം എന്താന്നാ അവൻ ചോദിക്കുന്നേ. ആ, കാര്യങ്ങളൊക്കെ അവൻ വിചാരിച്ച വഴിക്ക് ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ നിന്നാൽ എന്താ, നിന്നില്ലെങ്കിൽ എന്താ? നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. പക്ഷേ പത്മിനിയൊന്നും തുറന്നു പറഞ്ഞില്ല. ഞാനിപ്പോ ഇതിൽ വിശേഷിച്ചെന്താ പറയാ ചോദേ? ഇവർ തമ്മിൽ കൈകൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ സന്തോഷത്തോടെ നടത്തുക, അങ്ങനെയല്ലേ വേണ്ടത്? അച്ഛാ, ഈ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വലിയൊരു ചടങ്ങായിട്ട് നടത്താനാണോ ഉദ്ദേശിക്കുന്നത്? വേണ്ടടാ, തിരുമേനിയുടെ അവസ്ഥയില് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു ചടങ്ങ്, എന്നാൽ ഒട്ടും കുറവ് വരുത്താനും പാടില്ല. അതുപോരെ തിരുമേനി? സത്യത്തിൽ ഞാൻ ആലോചിച്ചത് കൃഷ്ണഭഗവാന്റെ മുമ്പിൽ നിന്ന് ഒരു താലി കെട്ടി അവർ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്നാ. പിന്നെ ആലോചിച്ചപ്പോ അത് മാത്രമാക്കണ്ട. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ശുഭകാര്യമല്ലേ, ഇത്തിരി കൂടെ നന്നായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. എന്താ തിരുമേനി തീരുമാനിക്കുന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പരിപൂർണ സമ്മത. എന്താ കുഴപ്പം? ഇനിയിപ്പോ ആരെയോട് പേടിക്കാനുള്ളത്? ഇവിടെ എന്നല്ല, വേണമെങ്കിൽ തന്നെയും ചേർത്ത് പിടിച്ച് ഞാൻ റോഡിൽ പോയി നിൽക്കും. അയ്യടാ, അതിന് വേറെ ആളെ നോക്കിയാ മതി റോഡിലേക്കൊക്കെ. പോകുന്നില്ലേ? എനിക്ക് പോകാനൊന്നും തോന്നുന്നില്ല. നമുക്കേ അകത്ത് നിന്നിരുന്നാലോ? അയ്യടാ, നന്നായി. അകത്തെ ഹാളില് മുത്തശ്ശി ഇരിപ്പുണ്ട്. എന്നാലേ മുത്തശ്ശി അവിടെ ഇരുന്നോട്ടെ, നമുക്ക് അകത്ത് തന്റെ മുറിയിലിരിക്കാം. അയ്യടാ മോനെ, സൂത്രം കണ്ടോ? അച്ഛനമ്മ ഇപ്പൊ വരും. അതിനിടയില് അവിടുന്ന് മുങ്ങി ഇവിടെ വന്നിക്കാന്നറിഞ്ഞാലേ എന്തൊരു നാണക്കേടാ. ആർക്ക് നാണക്കേട്? എനിക്കാ നാണക്കേട്. പോവാൻ നോക്കിയേ, വാ. പോണോ? വാ. ഷോ, ഒന്ന് പറയുന്ന കേക്ക്. അവരിപ്പൊ വരും, പ്ലീസ് വാ. ആ, കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടി പായിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കുമല്ലോ. അവകാശം ഉണ്ടാവുമ്പോ ഞാൻ നോക്കിക്കോളാം. അതുവരെ ഒരു ചെറിയ അകലം നല്ലതാ. എനിക്ക് പോ നോക്ക്. പോയ പോയ. പോണോ? ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കട്ടെ. നിന്നെ ഞാൻ മലർന്നില താരകേ, നാം ഒരേ കിനാക്കളായി തുടർന്നുവോ ശ്വാസമേ.
കൊള്ളാലോ. ഉം. ഉം. ഉം, ഉം. ആ എന്താടി എന്താടി ചിരിക്കുന്നേ? ഉം.